കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മുഖ്യമന്ത്രിയായതിനു ശേഷം ഇതാദ്യമായാണ് വിജയ് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത്. ദർശനശേഷം സ്വയം കാർ ഓടിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയതും. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, എന്തായാലും മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ജോസഫ് വിജയ് ഇപ്പോൾ കൊല്ലൂർ മൂകാംബികയിലേക്ക് എത്തിയിരിക്കുന്നത്. അതും റോഡ് മാർഗമാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ മൂകാംബിക ക്ഷേത്ര ദർശനമൊക്കെ ഇന്ന് എങ്ങനെയാണ് അവിടെ നടന്നത്? സ്വാതി, തീർച്ചയായും ഇന്ന് 12 മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങുമെന്നായിരുന്നു, ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രി ഇറങ്ങുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പക്ഷേ അല്പം കൂടി ഫ്ലൈറ്റ് വൈകി. 3 മണിക്ക് ദർശനം എന്നത് 3:30 ആയി, അരമണിക്കൂർ വൈകിയാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തെ ക്ഷേത്രഭരണ സമിതിയും മുഖ്യ ആചാര്യനും ഒക്കെ ആയിട്ടുള്ള രാമേന്ദ്ര അടിയുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി ആചാരപരമായാണ് ക്ഷേത്രത്തിലേക്ക് വരവേറ്റത്. തുടർന്ന് അദ്ദേഹം ആ സമയത്ത് തന്നെ ആരാധകരെയും അവളുടെ മാധ്യമപ്രവർത്തകരെയും ഒക്കെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയത്. ഒരു 20 മിനിറ്റിലധികം അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് പുറത്തിറങ്ങി തൊട്ട് ബാരിക്കേഡിന് പുറത്തുള്ള അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷന്റെയും മറ്റ് ആരാധകരെയും ഒക്കെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ അടുത്തേക്ക് പോയി ആരാധകരെ കാണുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഹനം ഓടിച്ചാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇപ്പോൾ കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് മടങ്ങിയത് എന്ന ഒരു കൗതുകരമായ കാഴ്ച കൂടിയുണ്ട്. എന്തായാലും പറഞ്ഞ സമയത്തിന് അരമണിക്കൂർ വൈകിയെങ്കിലും ആ രീതിയിൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയ പോലെ തന്നെ ജോസഫ് വിജയ് മടങ്ങിയിരിക്കുന്നു. ഇത് 3ാമത്തെ മുഖ്യമന്ത്രിയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കുന്നത്. മുൻപ് MG രാമചന്ദ്രൻ 1976 സന്ദർശിച്ചിരുന്നു. അതിനുശേഷം കുമാരി ഡോക്ടർ ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കൊല്ലൂർ മൂകാംബികയിലെത്തി ദർശനം നടത്തിയിരുന്നു. ഇപ്പോൾ ഇത് 3ാമത്തെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആണ് ജോസഫ് വിജയ് ഇപ്പോൾ ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നു. പ്രത്യേക പൂജകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെ വളരെ അടുത്ത അനുയായികളോ അങ്ങനെയുള്ള മറ്റ് ഏറെ അടുപ്പമുള്ള മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം മംഗളൂരിലെത്തുകയും അവിടെ നിന്ന് കാർ മാർഗം ദർശനത്തിന് മൂകാംബിക ക്ഷേത്രത്തിലെത്തി ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ അല്പസമയം മുമ്പാണ് മടങ്ങിയത്. അത് വഴി നീളെയുള്ള ഈ മൂകാംബിക ക്ഷേത്രത്തിന്റെ വഴികളിലൊക്കെയുള്ള ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വാഹനം സ്വയം ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത്. അതിനുശേഷം ഇപ്പോൾ ചാർട്ട് ചെയ്ത വിമാനത്തിൽ മംഗലാപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മടങ്ങും. എന്തായാലും പറഞ്ഞ പോലെ തന്നെ ആരാധകർക്കും ഒക്കെ വലിയ പ്രതീക്ഷകളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. സ്വാതി. രതീഷ്, എന്തായാലും ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ജോസഫ് വിജയ് ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്ര ദർശനത്തിനൊക്കെ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൽപ്പിക്കപ്പെടുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ വിജയുടെ ഈ ഒരു മൂകാംബിക ക്ഷേത്ര ദർശനത്തെ ആ അർത്ഥത്തിൽ നമുക്ക് എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? സ്വാതി, തീർച്ചയായും അത്തരത്തിൽ നോക്കി കാണേണ്ടത് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃച്ചംബരം ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ദർശനം നടത്തിയത്. അതിനുശേഷം മറ്റൊരു ക്ഷേത്രത്തിൽ, വളരെ പ്രമുഖമായ മറ്റൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കർണാടകയിലെ ഈ മൂകാംബിക ക്ഷേത്രത്തിലാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇതിനിടയ്ക്ക് ഇന്ന് ഡൽഹിയിൽ നടന്ന കേന്ദ്ര നീതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കെടുത്ത ശേഷമാണ് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം മംഗലാപുരത്തേക്ക് എത്തിച്ചേർന്നത്. അതുമാത്രവുമല്ല, 2 തവണയായി അദ്ദേഹം ഈ നീതി ആയോഗ് യോഗത്തിൽ ഈ 1 മാസത്തിനുള്ളിൽ ചുമതല ഏറ്റെടുത്ത് 1 മാസത്തിനുള്ളിൽ പങ്കെടുക്കുന്നു എന്ന രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുകയായിരുന്നു. നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ക്ഷേത്ര ഭരണസമിതിയൊക്കെ അറിയിച്ചിരുന്നു. 3 മണിക്കാണ് സാധാരണ ദർശനം എന്ന നിലയിൽ തന്നെ സമയം ആവശ്യപ്പെട്ടത്. ആ പ്രകാരമാണ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ കാര്യങ്ങൾ ക്രമീകരിച്ചത്. ആചാരപരമായി പൂർണ്ണകുംഭം നൽകിയാണ് വിശിഷ്ട അതിഥികളെ ക്ഷേത്രത്തിൽ പരമ്പരാഗതമായി വർഷങ്ങളായി സ്വീകരിക്കാറ്. അത്തരത്തിൽ തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ അദ്ദേഹം ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ട്രസ്റ്റി അംഗങ്ങളും സ്വീകരിച്ചത് എന്നതുകൂടി വളരെ പ്രധാനമാണ്. മാത്രമല്ല, ആരാധകർ ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ ഉൾപ്പെടെ, കർണാടകയിലെ വിവിധ മേഖലകളിൽ വന്ന ആളുകൾ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. അവർ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിയുമായി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ TVKയുടെ പതാക ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകരും ആരാധകരും ഒക്കെ തന്നെ എത്തിയത്.
എന്തായാലും വളരെ പൊടുന്നനെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹം ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ആരാധകരെ കണ്ട് ആരാധകരുടെ ആവേശത്തിലൊക്കെ ശരി തന്നെ രതീഷ്, അത് പങ്കെടുത്തുകൊണ്ട് തന്നെയാണ്. എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം ജോസഫ് വിജയ് ഇപ്പോൾ ആദ്യമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തി. റോഡ് മാർഗമാണ് എത്തിയത്. അതിനുശേഷം ക്ഷേത്ര ദർശനമെല്ലാം നടത്തിയതിനു ശേഷം സ്വയം കാർ ഓടിച്ച് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ആ വിവരങ്ങളാണ് രതീഷ് നൽകിയത്.